തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സ്മോൾ സ്കൂൾ കാറ്റഗറിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ബെസ്റ്റ് സ്കൂൾ അവാർഡ് കരസ്ഥമാക്കിയ സ്കൂളിൻ്റെ മുന്നിലാണ് നമ്മളുള്ളത്. ഏത് സ്കൂളാണെന്നല്ലേ? ചരൽ എന്ന പ്രദേശത്തുള്ള സെൻറ്റ് സെബാസ്റ്റ്യൻ LP സ്കൂളിൻ്റെ മുന്നിലാണ് നമ്മളുള്ളത്. ഒരു കുഞ്ഞു സ്കൂളാണ്, പക്ഷേ വലിയൊരു നേട്ടമാണ് ഇവർ കൈവരിച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ കുട്ടികളെയും അധ്യാപകരെയും ഇവിടുത്തെ സ്കൂളിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ചരൽ സ്കൂളിനെ സംബന്ധിച്ചുള്ള അഭിമാനകരമായ നിമിഷങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. നമ്മുടെ തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് സ്കൂളുകളിൽ കാറ്റഗറി 2 ചെറിയ സ്കൂൾ വിഭാഗങ്ങളിൽ 100 കണക്കിന് സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളിൽ ഏറ്റവും മികച്ച സ്കൂളായിട്ട് ചരൽ സെൻറ്റ് സെബാസ്റ്റ്യൻ LP സ്കൂൾ തിരഞ്ഞെടുക്കപ്പെട്ടു. അതിൽ സന്തോഷം ഇന്നോട് പങ്കുവയ്ക്കപ്പെടുകയാണ്. ഈ ഒരു അവാർഡ് ചരൽ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ ഇടവക എന്ന കുടുംബം ഈ ദേശം അഭിമാനപൂർവ്വം ഓർക്കുന്നത് ഈ സ്കൂളിന്റെ മേധാവിയായിരിക്കുന്ന ഹെഡ് മിസ്ട്രസ് ത്രേസ്യാമ്മ ടീച്ചറെയാണ്. ടീച്ചറുടെ കഠിനമായ അധ്വാനം, അതോടൊപ്പം തന്നെ ഇതെല്ലാം ഭംഗിയായിട്ട് കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു മികവ്, അതാണ് ഇതിന്റെ പിന്നിൽ ശക്തമായ ഒരു വിജയം. അതോടൊപ്പം തന്നെ ഈ ടീച്ചറോടൊപ്പം തോളോട് തോട് ചേർത്ത് ഈ ടീച്ചേഴ്സ് എല്ലാവരും സ്റ്റാഫ് നല്ലൊരു പിന്തുണയാണ് കൊടുത്തത്. കഠിനാധ്വാനം ചെയ്യുന്ന ഒരു സ്റ്റാഫിനാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചത്. ഓരോ കുഞ്ഞിനെയും വ്യക്തിപരമായി ശ്രദ്ധിക്കാൻ ഈ സ്റ്റാഫിന് സാധിക്കുന്നു എന്നുള്ള ഇവരുടെ വലിയൊരു മഹത്വമാണ്. ഇതെല്ലാം ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ പൂർണ്ണ പിന്തുണയായിട്ട് പേരൻസ്, രക്ഷിതാക്കൾ കൂടെയുണ്ട്. PTA ഭാരവാഹികൾ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ട ജെയ്സൺ സാറും നമ്മുടെ സനിലും കൂടെയുണ്ട്. അതോടെ PTAയുടെ ഒരു ശക്തമായ ഒരു പിന്തുണയുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇടവകയ്ക്ക് അഭിമാനമാണ് ചരൽ LP സ്കൂൾ. കാരണം 100 കണക്കിന് ഈ ദേശവാസികളെ വളർത്തിയ സ്കൂളാണ്. 60 വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചരൽ LP സ്കൂള്. അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം അഭിമാനമാണ് ഈ ഒരു നേട്ടം. ഞങ്ങൾ അഭിനന്ദിക്കുന്നു, സന്തോഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനം ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ്. മിടുക്കരായ കുഞ്ഞുങ്ങൾ, അച്ഛനെപ്പോഴും കാണുമ്പോഴും ചിരിച്ചും കളിച്ചും സംസാരിക്കുന്ന കുഞ്ഞുങ്ങൾ. ഈ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആളുകളുമായിട്ട് ഇടപെടാനായിട്ടൊരു തുറവ് ഈ കുഞ്ഞുങ്ങൾക്കുണ്ട്. പലപ്പോഴും നമ്മൾ സ്യൂട്ടും കൂട്ടും ഒക്കെ ഇട്ട് പാക്ക് ചെയ്തു പോകുന്ന ഒരു വിദ്യാഭ്യാസ ശൈലിയിൽ നിന്നും മാറി ഒരു പൊതുവിദ്യാലയം, ഒരു തുറന്ന സംസ്കാരം, എല്ലാ ചെറുതും വലുതുമായ എല്ലാ ആളുകളെയും കണ്ടുമുട്ടാനുള്ള ഒരു വിശാലതയുടെ മനസ്സ് ഈ കുഞ്ഞുങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പള്ളിയിൽ ഈ കുഞ്ഞുങ്ങളുടെ മികവ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും അവിടെ തിരുക്രമങ്ങളിടയിൽ വചനം വായിക്കുമ്പോഴൊക്കെ എത്രയോ സ്ഫുടതയോടുകൂടിയിട്ടാണ് കുഞ്ഞുങ്ങൾ ഇവരുടെ ഉച്ചാരണവും ഇവരുടെ ശൈലിയൊക്കെ ഞാൻ കാണാൻ സാധിച്ചത്. കുഞ്ഞുങ്ങളെ അത് അഭിനന്ദിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്മകളും നേരുന്നു. ഇനിയും ഈ വിജയം നമുക്ക് മുന്നോട്ടും തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഇടവകയുടെയും ഈ ദേശത്തിന്റെ എല്ലാം പേരുള്ള അഭിനന്ദനങ്ങൾ സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഒരു കുഞ്ഞു സ്കൂളിൻ്റെ ഒരു വലിയ നേട്ടമാണ് ഇന്നിവിടെ ആഘോഷിച്ചു കഴിഞ്ഞത്. എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷം തോന്നുന്നു. ചരൽ സെൻറ്റ് സെബാസ്റ്റ്യൻ LP സ്കൂളിനെ സംബന്ധിച്ച് ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ്. കാരണം ചെറിയ ഒരു സ്കൂള് കോർപ്പറേറ്റിലെ നിരവധി സ്കൂളുകളോട് മത്സരിച്ച് മികച്ച സ്കൂളായി മാറി എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ചരൽ സ്കൂളിൽ ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് ഇവിടുത്തെ അധ്യാപകർ, പ്രധാന അധ്യാപിക ത്രേസ്യാമ്മ ടീച്ചറുടെ നേതൃത്വത്തിലുള്ള അധ്യാപകരുടെ എണ്ണയിട്ട യന്ത്രം പോലെയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. അധ്യാപകർ കുട്ടികളെ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് കുട്ടികളുടെ വാസനകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഏതൊക്കെ കുട്ടികൾക്ക് ഏതൊക്കെ വിധത്തിൽ പഠിപ്പിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെയുള്ള അധ്യാപനം നടക്കുന്നത്. ഇവിടുത്തെ പാഠ്യ പദ്ധതികൾ പരിഷ്കരിച്ചുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയം നിലവാരത്തിലേക്ക് ഇംഗ്ലീഷ് മീഡിയം പുസ്തകങ്ങൾ ഉപയോഗിച്ച് തന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിരന്തരമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ വർഷം തുടക്കം തന്നെ ഇംഗ്ലീഷ് പുസ്തകത്തിലേക്ക് മാറി മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയം പുസ്തകം ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന് ഇവിടെ സാധിച്ചു. അത് അധ്യാപകരുടെ ഒരു പ്രത്യേകമായ
അധ്വാനത്തിൻ്റെ ഫലമാണ്. കാരണം അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഇരിട്ടി AEOയിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിട്ട് പ്രവർത്തിക്കാനുള്ള അനുമതിയും ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കൂള് ചരള് സെൻറ്റ് സെബാസ്റ്റ്യൻസ് LP സ്കൂൾ ഇങ്ങനെയൊരു നേട്ടം കൈവരിച്ച് നിൽക്കുമ്പോൾ കലാപരമായ കഴിവുകളും കുട്ടികളെ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതിനെല്ലാം ഈ അധ്യാപകർ ശ്രദ്ധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു സപ്പോർട്ട് നമ്മുടെ ഈ സ്കൂളിന് ലഭിക്കുന്നുണ്ട്. സ്കൂൾ മാനേജർ സനലച്ചൻ്റെ നേതൃത്വത്തിൽ, അച്ഛൻ്റെ മേൽനോട്ടത്തിലാണ് ഈ സ്കൂൾ നടക്കുന്നത്. ഈ സ്കൂളിൻ്റെ ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളും വളർത്തുന്നതിന് അച്ഛൻ ഒത്തിരിയേറെ ശ്രദ്ധിക്കുന്നുണ്ട്. വളരെ പൂർണ്ണമായ പിന്തുണയെല്ലാം ഈ സ്കൂളിന് ലഭിക്കുന്നുണ്ട്. അച്ഛൻ്റെ ആ പ്രത്യേകമായ ഈ സ്കൂളിനോടുള്ള താല്പര്യം, ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇനി പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതെല്ലാം വലിയ താമസമില്ലാതെ നടപ്പിലാകും. അതോടൊപ്പം തന്നെ നമ്മുടെ PTA മാതാപിതാക്കളെല്ലാം ഈ സ്കൂളിനോട് വളരെയധികം താല്പര്യത്തോടുകൂടിയാണ് പെരുമാറുന്നത്. PTA ഈ അധ്യാപകരോടും മാനേജ്മെൻറ്റിനോടും എല്ലാം ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഏത് കാര്യങ്ങളും മാനേജ്മെൻറ്റും PTAയും അധ്യാപകരും ഒന്നിച്ച് എടുക്കുന്ന തീരുമാനങ്ങളാണ് ഇവിടെ നടപ്പിലാകുന്നത്. അങ്ങനെ ഒന്നിച്ചുള്ള ഒരു കൂട്ടായ്മയുടെ ഫലമാണ് ഈ ഒരു നേട്ടമെന്ന് നമുക്ക് അവസാനമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും. ഈ ഒന്നിച്ചുള്ള ഈ പ്രവർത്തനത്തിൽ, ഈ നേട്ടത്തിൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നു. ഈ സ്കൂളിലേക്ക് ഇനിയും കുട്ടികൾ ഈ നാട്ടിൽ നിന്ന് വരാനുണ്ട്. ഈ നാട്ടിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ പഠിച്ച് നല്ല നിലയിലുള്ള വിദ്യാഭ്യാസം കരസ്ഥമാക്കി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അവസരം നമ്മുടെ സ്കൂളിൽ ലഭ്യമാകുന്നുണ്ട്. അത് പരമാവധി ഈ നാട്ടിലുള്ളവർ പ്രയോജനപ്പെടുത്തണമെന്നുകൂടിയാണ് എനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ളത്. ഈ അവസരം, ഈ സ്കൂളിൽ പഠിക്കാനുള്ള അവസരം നമ്മുടെ കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ വരും വർഷത്തിൽ കൂടുതൽ കുട്ടികൾ ഈ സ്കൂളിലേക്ക് ആകർഷിക്കുന്ന വിധത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് നിലവിൽ. ആ നിലവിലുള്ള പുതിയ പദ്ധതികൾ അനുസരിച്ച് അടുത്ത അധ്യയന വർഷം നല്ല രീതിയിലുള്ള പഠനവും പഠനേതര പ്രവർത്തനങ്ങളും നടക്കുന്നതാണ്. അതിനോട് സഹകരിച്ചുകൊണ്ട് എല്ലാവരും ഈ സ്കൂളിന് പിന്തുണ നൽകണം. ഒരിക്കൽ കൂടി ഈ ചരൽ സെൻറ്റ് സെബാസ്റ്റ്യൻസ് LP സ്കൂളിലെ അധ്യാപകർക്കും മാനേജ്മെൻറ്റിനും PTAയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ടീച്ചർ, അടുത്ത അധ്യയന വർഷം മുതൽ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകാൻ ഈ സ്കൂൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഏത് ലെവലിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയം ലെവലിൽ തന്നെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം പേരൻസിന് ഇന്ന് കുട്ടികളെ കൂടുതലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ വിട്ടു പഠിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് നമ്മൾ അടുത്ത അധ്യയന വർഷത്തിൽ, അതായത് ജൂൺ മാസം തന്നെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് മീഡിയം ലെവലിൽ തന്നെ ക്ലാസ്സുകൾ ക്രമീകരിക്കുകയും അത്തരത്തിലുള്ള സിലബസുകൾ നമ്മൾ പഠിപ്പിക്കുകയും അതുപോലെ കുട്ടികളുടെ യൂണിഫോം, ഐഡന്റി കാർഡ്, പിന്നെ ഷൂവ്, സോക്സ് എല്ലാം ഒരു ഇംഗ്ലീഷ് മീഡിയം ലുക്കിൽ തന്നെ പഠിപ്പിക്കാനായിട്ട് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പൊതുവിദ്യാലയവും ഇംഗ്ലീഷ് മീഡിയവും തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട്. പൊതുവിദ്യാലയത്തിലെ കുട്ടികൾക്ക് അക്കാദമിക മികവുകളോടൊപ്പം തന്നെ പ്രവൃത്തി പരിചയമേള, ശാസ്ത്രമേള, കലാമേള മുതലായ ധാരാളം അവസരങ്ങൾ ലഭിക്കുന്നു. ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികൾക്ക് പഠനം മാത്രമേ ഉള്ളൂ. കൂടാതെ പൊതുവിദ്യാലയത്തിലെ കുട്ടികൾക്ക് സമൂഹവുമായി കൂടുതൽ നന്നായിട്ട് ഇടപഴകാനും അവസരം ലഭിക്കുന്നുണ്ട്. ഈ സ്കൂളിലെ പ്രധാന അധ്യാപികയായ ത്രേസ്യാമ്മ ടീച്ചറുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച്, ടീച്ചർ നൽകുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായ രീതിയിൽ നടന്നു പോകുന്നുണ്ട്. സെബാസ്റ്റ്യൻസ് LP സ്കൂളിലേക്ക് കടന്നു വരുന്ന ഓരോ കുഞ്ഞുമക്കളും സ്വന്തം മക്കളെപ്പോലെ കണ്ടുകൊണ്ട് അവരെ അറിവിൻ്റെ ലോകത്തിലേക്ക് ഞങ്ങൾ കൈപിടിച്ച് നടത്തുന്നതാണ്. ചരൽ സെൻറ്റ് സെബാസ്റ്റ്യൻ LP സ്കൂളിൽ 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളോടൊപ്പം തന്നെ LKG UKG ക്ലാസ്സുകളും പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ തരത്തിലുള്ള സ്കോളർഷിപ്പുകളും കുട്ടികൾക്ക് കൈവരിക്കാൻ സാധിക്കുന്നുണ്ട്. ഉന്നത തലത്തിൽ കുട്ടികൾ സ്കോളർഷിപ്പ് മികച്ച വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ABCD in the morning brush your teeth. EFGH hurry up and don't be late. IJKL learn the letters very well. MNOPQ what we say is what we do. RSTU you love me and I love you. VWXYZ chat again and chat with me. We are very happy and surprised this moment because our school has got a very proud achievement.
Our teachers are headmisters, Tresiyamma teacher, Gigi sister, Gis teacher, Bless teacher, Rani teacher and Achamma. All the teachers are very friendly to us. I love my school. We are very happy and proud to receive this award. സെൻറ്റ് സെബാസ്റ്റ്യൻ LP സ്കൂളിൻ്റെ വേറൊരു പ്രധാന അധ്യാപകനാണ്, കരാട്ടെ അധ്യാപകനാണ് നമ്മളെ കൂടെയുള്ളത്. എന്തായാലും വലിയൊരു വിജയം നേടിയിരിക്കുകയാണ് ഈ സ്കൂള്. അപ്പോൾ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. ഇത് ഈ സ്കൂളിന് അർഹതപ്പെട്ട ഒരു വിജയമായിട്ടാണ് കാണുന്നത്. കാരണം ഞാനിവിടെ ഒരു വർഷമായിട്ടാണ് ഇപ്പോൾ കരാട്ടെ ക്ലാസ് എടുത്തത്. ഈ മേഖലയിൽ തന്നെ നമ്മുടെ ടീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റുള്ള സ്കൂളുകളെ അപേക്ഷിച്ചിട്ട് ടീച്ചർ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താനായിട്ട് നമുക്ക് കാണുന്നുണ്ട്. നമുക്കറിയാം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിമിതമായ ഒരു ഏരിയയാണ്. പിന്നെ അത് മാത്രമല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളും മറ്റുള്ള സ്കൂളുകളൊക്കെ ഉള്ള ഒരു കോമ്പറ്റീഷൻ പോലെ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ എന്നിരുന്നാലും ടീച്ചർ മികച്ച രീതിയിൽ മറ്റുള്ള സ്കൂളുകളോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെ ടീച്ചർ ഈ സ്കൂളിനെ വളരെ നന്നായിട്ട് തന്നെ ടീച്ചർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കരാട്ടെ ക്ലാസ് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡാൻസ്, അതുപോലെ മറ്റുള്ള ഐറ്റംസും കൂടെ ടീച്ചർ ഇവിടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ടീച്ചർ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ടീച്ചർ വളരെ നല്ലൊരു പ്രവർത്തനമാണ് ടീച്ചറും ടീച്ചറിൻ്റെ സ്റ്റാഫും എല്ലാവരും കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന ഒരു അധ്യയന വർഷം ഇംഗ്ലീഷ് മീഡിയം എന്ന നിലയിൽ മുന്നോട്ട് പോകണമെന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. അത് വലിയൊരു നല്ലൊരു കാര്യമാണ്. കുട്ടികൾ കൂടുതലായിട്ട് ഈ സ്കൂളിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഇതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയിട്ട് പഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകത്തില്ല. കാരണം സാമ്പത്തിക സ്ഥിതി എല്ലാം വെച്ചിട്ട് നമുക്ക് സാഹചര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്കൂളുകൾ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ലെവലിലേക്ക് ഉയരുവാണെങ്കിൽ തീർച്ചയായിട്ടും പേരൻസിനും നമ്മുടെ ഈ നാട്ടിലെ കുട്ടികൾക്കും എല്ലാം വളരെ ഉപകാരമായിരിക്കും. കരാട്ടെ എങ്ങനെയാണ് കുട്ടികൾ വേഗം ക്യാച്ച് ചെയ്യുന്നുണ്ടോ? ഉഷാറാണോ? തീർച്ചയായിട്ടും കരാട്ടെ മേഖലയിൽ ഞാനിപ്പം 12 വർഷമായിട്ട് കരാട്ടെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ മൊത്തം കരാട്ടെ ഫീൽഡിൽ 10-18 വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് കരാട്ടെ ഫീൽഡിലുണ്ട്. കുട്ടികളെ നല്ല രീതിയിൽ കരാട്ടെ പഠിച്ച് നല്ല മുമ്പിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം എൻ്റെ കരാട്ടെയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വടൂർ കരാട്ടെ എന്ന് പറഞ്ഞ കരാട്ടെയാണ് ഫോളോ ചെയ്യുന്നത്. കരാട്ടെ ഇപ്പം നാഷണൽ ലെവലും ഇൻ്റർനാഷണൽ ലെവൽ വരെ ഉള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചിട്ട് മുൻപത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ കരാട്ടെ മുമ്പ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യമായി ഈ അവാർഡ് നേടിത്തന്ന ജഗദീശ്വരന് ഞാൻ നന്ദി പറയട്ടെ. 1957 ജൂൺ 17 സെൻറ്റ് സെബാസ്റ്റ്യൻ LP സ്കൂൾ സ്ഥാപിതമായത്. ഏകദേശം 4000-ഓളം കുട്ടികൾ ഈ സരസ്വതി ക്ഷേത്രത്തിലൂടെ വിദ്യാരംഭം കുറിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സേവനം ചെയ്തു വരുന്നു. വിദ്യാഭ്യാസം ക്രിസ്തീയ ദൗത്യമായി ഏറ്റെടുത്ത് തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് ഏജൻസിയുടെ കീഴിലാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത്. തലശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത മാർ ജോസഫ് പാംപ്ലാനി ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് എന്നത് ഏറെ അഭിമാനമായ കാര്യമാണ്. വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളും അക്കാദമിക് നിലവാരവും മുൻനിർത്തിയാണ് തലശ്ശേരി കോർപ്പറേറ്റ് ഏജൻസി ഓരോ വർഷവും അവാർഡിനായി സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നത്. വിദ്യാലയത്തെ എന്നും ചേർത്ത് പിടിക്കുന്ന നാട്ടുകാർക്കും പൊതുസമൂഹത്തിനും സ്കൂളിൻ്റെ കരുത്തായ കുട്ടികൾക്കും എൻ്റെ കൂടെ എപ്പോഴും നിൽക്കുകയും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ അധ്യാപകർക്കും ഈ അവാർഡ് സാദരം സമർപ്പിച്ചുകൊള്ളുന്നു. താങ്ക് യു. അധ്യാപകരെ ഒഴിച്ചു മാറ്റിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയാം, അത് നമ്മുടെ കഞ്ഞിയമ്മ എന്നെല്ലാം പറയും, അതുപോലെ തന്നെ അച്ചമ്മ എന്നൊക്കെ പറയും. അങ്ങനെ ഒരു അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. എത്ര കൊല്ലമായി അമ്മ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? 34 വർഷം. 34 വർഷമായി. 34 വർഷം എങ്ങനെയാണ് കുട്ടികൾക്ക് എങ്ങനെയാണ് ഭക്ഷണമൊക്കെ എങ്ങനെയാണ് കൊടുക്കാറ്? കുട്ടികൾക്ക് നമ്മുടെ നിയമപ്രകാരം വെച്ച് ഭക്ഷണം കൊടുത്തോണ്ടിരുന്നു. ഇപ്പം പുതിയ പുതിയ നിയമങ്ങളല്ലേ വന്നേ. ഇപ്പം പറയുന്ന പോലെ ഉച്ച കഴിഞ്ഞ് ചൂടായ പിന്നെ സംഭാരം കൊടുക്കും. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ചിക്കനും കൊടുക്കും. പിന്നെ നെയ്ച്ചോറ് അങ്ങനെയാണ് ഭക്ഷണങ്ങൾ. പിന്നെ സാധാരണ സാമ്പാറ് നെയ്ച്ചോറും ഭക്ഷണമൊക്കെ കൊടുക്കും, ആക്കി കൊടുക്കും. പിന്നെ അങ്ങനെ ചില സാമ്പാറ്, മോരുകറി, അങ്ങനെയൊക്കെ ഭക്ഷണമൊക്കെ നല്ല പിള്ളേർ നന്നായിട്ട് കൊടുക്കുന്നു. കുട്ടികളൊക്കെ അത് സന്തോഷമാണ്. കുട്ടികൾക്കൊക്കെ സന്തോഷം, എല്ലാവർക്കും സന്തോഷം, എനിക്കും സന്തോഷം. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ സ്കൂളിൻ്റെ ഒരു വലിയ നേട്ടമാണ് നമ്മളിന്നിവിടെ കണ്ടത്. കുട്ടികളൊക്കെ സന്തോഷത്തിലാണ്, ഇവിടുത്തെ അധ്യാപകരും സന്തോഷത്തിലാണ്. എല്ലാം കൊണ്ടും ഒരു അടിപൊളിയായിട്ട് ഇവിടെ എല്ലാവരും ആഘോഷിച്ചു കഴിഞ്ഞു. മക്കളെ ഹാപ്പിയാണോ? നിങ്ങൾ ഹാപ്പിയാണോ? എന്നാ ക്യാമറ നോക്കിയിട്ട് എല്ലാവരും ഓ ഇതൊക്കെ. അപ്പോൾ എന്തായാലും കുട്ടികളെ സന്തോഷം കണ്ടില്ലേ. ഇനിയും ഒരുപാട് അവാർഡുകൾ നേടാൻ ഈ സ്കൂളിനും ഇവിടുത്തെ ടീച്ചേഴ്സിനും ഇവിടുത്തെ കുട്ടികൾക്കും കഴിയട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ക്യാമറ പേഴ്സൺ ജിതിനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏജാനറ്റ്.
കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 906423423423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.